ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആംപ്ലിഫയറും കാര്യങ്ങളൊന്നുമല്ല, ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു കാറിൽ വെക്കാവുന്ന ഒരു DVR ആണ്, ഫ്രണ്ട് ക്യാമറ ആയിട്ട് വെക്കാവുന്ന ഒരു DVR ആണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ലിമോർ എന്ന കമ്പനിയുടെയാണ്. ലിമോറിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ കുറേ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാർ സ്റ്റീരിയോകൾ, സ്പീക്കർ, അതുപോലെ തന്നെ TV, ഇതെല്ലാം ഹോം തിയേറ്ററുകൾ, ഇതെല്ലാം ലിമോറിൻ്റെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു ഐറ്റം തന്നെയാണ് ഇതിൻ്റെ DVR വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം കാർ അക്സസറീസ് ഷോപ്പ് ഉണ്ടായിരുന്നതാണ്. കാരണം കാറിൻ്റെ ഓഡിയോ സിസ്റ്റം ഫിറ്റിംഗ്, ഇതേപോലെയുള്ള അക്സസറീസ് ഫിറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ഈ പുതിയ കടയിലേക്ക് മാറിയതിന് ശേഷമാണ് അത് ഒഴിവാക്കിയത്. ഈ ഹോം തിയേറ്ററിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഉള്ളതാണ്, ഒരു 10-20 വർഷമായിട്ടുള്ള ചെയ്യേണ്ടതാണ്. അത് കൂടാതെയാണ് കാർ അക്സസറീസും ഓഡിയോ സിസ്റ്റം ചെയ്തിരുന്നത്. അന്നൊക്കെ ഇതേപോലെ DVRകൾ ഉണ്ടായിരുന്നു, കുറഞ്ഞതും കൂടിയതൊക്കെ ആയിട്ട്. അന്ന് വളരെയധികം വിലയായിരുന്നു ഇതിനുള്ള DVRകൾക്കൊക്കെ. ഇതേപോലെയുള്ള പല കമ്പനികളുണ്ട്, ബ്ലോപ്പങ്ക്, അങ്ങനെയുള്ള കുറഞ്ഞ കമ്പനി, കൂടിയ കമ്പനി, എല്ലാ വിധത്തിലുള്ള കമ്പനികളും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വിലയായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് DVR എന്ന് പറഞ്ഞാൽ വളരെയധികം വില കുറവാണ്. പിന്നെ നമ്മുടെ കാറുകൾക്ക് അത്യാവശ്യം വേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാറിൽ പോകുമ്പോൾ തന്നെയായാലും പല ആക്സിഡൻറ്റുകൾ, പല രീതിയിലുള്ള ആൾക്കാർ വട്ടം ചാടി എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ തർക്കവും വാദങ്ങളൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരമുണ്ട്. നമുക്ക് വാദിക്കാനോ നിൽക്കണ്ട, നമ്മളതിനകത്ത് റെക്കോർഡ് ചെയ്താണ് വിഷ്വലെടുത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കിത് ഒരു തെളിവായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. എപ്പോഴും നല്ലൊരു സേഫാണ് ഒരു ക്യാമറ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു 90% വണ്ടികൾക്ക് എല്ലാത്തിനും ഫ്രണ്ട് ക്യാമറ റെക്കോർഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിന് വലിയ വിലയൊന്നും വരുന്നതല്ല. കാരണം വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം ഒരു 1500 മുതൽ 2500, 3500, 6000 അങ്ങനെ പല വിലയിലുണ്ട്. ഡിസ്പ്ലേയോട് കൂടിയുള്ളതുണ്ട്. ഇതിപ്പോൾ ഡിസ്പ്ലേയോട് കൂടിയുള്ളതല്ല. നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാവുന്ന ടൈപ്പാണ്. അതായത് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം ഇതിൽ ഫുൾ റെക്കോർഡിംഗ് ആയിരിക്കും. അതും റെക്കോർഡിംഗ് സാധാരണ എല്ലാ DVRലും വരുന്നത് 720ലാണ് വരുന്നത്. ഇതിൽ 1080pയിലാണ് വന്നിരിക്കുന്നത്. HD ക്വാളിറ്റിയിലാണ് വീഡിയോ റെക്കോർഡിംഗ്. നല്ല റെസൊല്യൂഷനും കാര്യങ്ങളും, നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പ്രത്യേക രീതിയിലാണ്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ക്യാമറയാണെന്ന് തോന്നില്ല. അതുപോലത്തെ ഒരു ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 താഴെ വില വരണുള്ളൂ. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി കൂടിയ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും. കാരണം ചില DVRലൊന്നും മെമ്മറി കാർഡ് കൂടുതൽ ഒരു ചിലപ്പോൾ ഒരു 64-നൊക്കെ മേലെ അല്ലെങ്കിൽ 128-നൊക്കെ മേലെ ഇട്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല. ഇതിൽ 128, 512 ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം എളുപ്പമാണ്. നിങ്ങൾക്ക് ഇത് ഓൺലൈനിലോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ കൊറിയർ അയച്ചു തരും. അത് വന്നതിന് ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ഫിറ്റിംഗ് സ്ഥലത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ DVRൽ നമ്മൾ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ കേബിളുകൾ ഇവിടെ കണക്ട് ചെയ്തു. മെയിലും ഫീമെയിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാർ ചാർജറിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു ബ്ലൂ കളർ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. ഇപ്പോൾ റെക്കോർഡിംഗ് ആണെന്നുള്ളതിൻ്റെ തെളിവാണിത്. ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്ന റെക്കോർഡിങ്ങിലായിരിക്കും. ഇനി നമ്മൾ വയറുകളെല്ലാം കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ക്യാമറയുടെ പൊസിഷൻ ഏകദേശം വയറിൻ്റെ ലെങ്ത് ഒക്കെ കറക്റ്റ് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്താണ് ക്യാമറ വെക്കുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒട്ടിക്കുക. അതിന് ശേഷം നമുക്ക് ക്യാമറ എങ്ങനെയാണ് ഏത് രീതിയിലാണ് അലൈൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാൻ സാധിക്കും. വയർ വലിക്കുമ്പോൾ നമ്മൾ ടോപ്പിൽ കാണാം, നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അകത്ത് കൂടെ വയർ കറക്റ്റ് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ സോക്കറ്റാണ് ഈ കാണുന്നത്. മെയിലും ഫീമെയിലും നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്. പിന്നെ വരുന്നത് സൈഡ് ബീഡിംഗ് ആണ്. സൈഡ് ബീഡിംഗ് നമുക്ക് ഇതേപോലെ പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടെ കയറ്റി വയ്ക്കാം. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇത് ക്ലിപ്പ് ടൈപ്പാണ്. ഇത് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ആ ക്ലിപ്പിൽ കറക്റ്റ് വയറ് ഉള്ളിലേക്ക് അകത്തേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ടാഗ് ചെയ്യുക. കാരണം വെച്ചാൽ ടാഗ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ക്ലിപ്പുകൾ ഉള്ളിൽ ജാം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പല വണ്ടിക്കും പല രീതിയാണ്. അപ്പോൾ ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വയറ് ഉള്ളിലേക്ക് ഇതേപോലെ അകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ വരുന്നത് ഡാഷ്ബോർഡിൻ്റെ താഴെയാണ്. ഡാഷ്ബോർഡിൻ്റെ താഴെ കൂടെ വയറ് നിങ്ങളുടെ കയ്യിൽ ടൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ടാഗ് ചെയ്ത് തന്നെ പോവുക. കാരണം വെച്ചാൽ വയറുകൾ ഉള്ളിൽ കൂടെ കൂടുതൽ കൺഫ്യൂഷൻ ആവില്ല, നല്ല രീതിയിൽ ഒതുങ്ങി തന്നെ ഇരിക്കും. പിന്നെ വരുന്നത് പല രീതിക്കും പല വണ്ടികൾക്കും പല രീതിയിലുള്ള ഡാഷ്ബോർഡുകളാണ്. അപ്പോൾ ആ രീതിയിൽ വയറുകൾ ഉള്ളിൽ കൂടെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് നമുക്ക് USB കുത്താവുന്ന ഒരു സ്ലോട്ടാണ്. കമ്പനി ഓഡിയോ സിസ്റ്റത്തിൽ വരും. അതുവഴിയായിട്ട് നമുക്ക് ഈ 5 വോൾട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് USB പ്ലേ ചെയ്യുമ്പോൾ ചില സമയത്ത് പാട്ട് പ്ലേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് റിമൂവ് ചെയ്യേണ്ടി വരും. അതിലും നല്ലത് നമ്മൾ മൊബൈൽ ചാർജർ കാണും. പല വണ്ടിക്കും പല രീതിയിലാണ് മൊബൈൽ ചാർജറിനുള്ള സ്ലോട്ട് വരുന്നത്. അതിപ്പോൾ ഈ വണ്ടിക്ക് ഇവിടെയാണ് 2 പോയിൻ്റുള്ള മൊബൈൽ ചാർജർ മേടിക്കാൻ കിട്ടും. ഈ രീതിയിലുള്ളത് ഒരു 1 ആംപിയർ വരെ നമുക്ക് ഇതിനകത്ത് മേടിക്കാൻ കിട്ടും. അതിൽ കൂടിയാലും കുഴപ്പമില്ല. അതിന് ശേഷം നമുക്ക് ഈ വയർ ഇതിനകത്ത് കണക്ട് ചെയ്യുക. ക്യാമറയുടെ വയർ ഈ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. ഒരു സ്ലോട്ട് നമുക്ക് മൊബൈലിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടായി ഉപയോഗിക്കാം. ഒരെണ്ണം ക്യാമറയ്ക്ക് ഉപയോഗിക്കാം. മാരുതി വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് മൊബൈൽ ചാർജറിനുള്ള സ്ലോട്ട് വരുന്നത്. ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് ഗിയർ ലിവറിൻ്റെ ഈ ഭാഗത്താണ്. അതിനുശേഷം നല്ല രീതിയിൽ ടാഗൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് വയർ നല്ല വൃത്തിയിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാഴ്ചയ്ക്ക് ഭംഗി വയറുകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കാണാൻ പറഞ്ഞ വൃത്തികേടാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ക്യാമറ
മെമ്മറി കാർഡ് കിട്ടിയതിന് ശേഷം ക്യാമറ ഒട്ടിക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മൊബൈലിൽ പ്ലേ ചെയ്ത് നോക്കാം. മൊബൈലിൽ പ്ലേ ചെയ്യുമ്പോൾ ക്യാമറയുടെ ലെവൽ കറക്റ്റ് ആണോ എന്ന് നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ ലെവൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം റെക്കോർഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നോക്കുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ ഇതേപോലെ തിരിച്ച് താഴോട്ടേക്കാണോ മുകളിലോട്ടേക്കാണോ വേണ്ടതെന്ന് ലെവൽ ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ നമുക്ക് ഒരു ജസ്റ്റ് സാമ്പിൾ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കയ്യിൽ പിടിച്ച്. പിന്നെ ഈ പ്രൊഡക്റ്റ് ലിമോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും, അതായത് TV തൊട്ട് നമുക്ക് ഇതേപോലെയുള്ള കാർ സ്പീക്കറുകൾ, കാർ ഓഡിയോ സിസ്റ്റം, ഇതെല്ലാം ലഭിക്കുന്ന ഒരു കടയുടെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പോൾ തൽക്കാലം എറണാകുളത്തുണ്ട്, അതുകൂടാതെ തന്നെ പല ഡിസ്ട്രിക്റ്റിലായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊറിയർ അയച്ചു തരും. പിന്നെ ഇതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ അവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.